ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വരദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം രം രക്തേശ്വര്യൈ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം, പെരുമ്പാലൂരമ്മേ ശരണം, ശ്രീധർമ്മശാസ്താവേ ശരണം, ഹനുമൻ സ്വാമിയേ ശരണം, ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗതാം അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരേണാത് ഭവേത്. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വാൽമീകി രാമായണ തത്വ ചിന്തയുടെ ഈ യജ്ഞത്തിലേക്ക് വിനീതമായ സ്വാഗതം. അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസം നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരമായി വന്നു മാറുന്നതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കുന്ന ഈ ഒരു പുണ്യ ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേരുവാനും അതിൻ്റെ ഭാഗമാകുവാനും സാധിക്കുന്നത് പൂർവപുണ്യ സുഹൃതമായി കാണുവാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ജഗദീശ്വരൻ നല്ലവരായിരിക്കും നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഈ ഒരു പുണ്യ ദിവസം കർക്കിടക മാസം 2-ാം തീയതിയായിരിക്കുന്ന ചന്ദ്രന്റെ ദിവസമായിരിക്കുന്ന ഈ തിങ്കളാഴ്ച ദിവസം നമ്മുടെ മനസ്സിന് ഗുണകരമായി മാറുന്നതിന് ജഗദീശ്വരന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം ആവശ്യമായിരിക്കുന്ന ഈ ദിവസം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഗുണകരമായി മാറുവാൻ സാധ്യമാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണത്തിൻ്റെ പുണ്യവാർന്ന വാൽമീകിദേവന്റെ അനുഗ്രഹീതമായിരിക്കുന്ന കരങ്ങളാൽ വിരചിതമായിരിക്കുന്ന വാൽമീകി രാമായണത്തിൻ്റെ തത്വങ്ങളെ ചിന്തിക്കുവാനും അവ നമ്മളുടെ മാനുഷികമായ തലങ്ങളിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നലെ പറഞ്ഞു നിർത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെയധികം നമുക്കറിയാം. 24,000-ഓളം ശ്ലോകങ്ങൾ, 500-ഓളം സർഗങ്ങളിലൂടെ നമുക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന തലത്തിൽ ആദ്യകാവ്യമായിരിക്കുന്ന രാമായണം നൽകിയത് വാൽമീകിയാണ്. അപ്പോൾ ആ വാൽമീകിയുടെ ഇതിനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് നാരദനായിരിക്കുന്ന അനുഗ്രഹീതനാണ്. ആ നാരദ മഹർഷിയുടെ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് നമുക്കിതെല്ലാം ലഭ്യമായത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കെപ്പോഴും ഒരു പരിവർത്തന കാലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പരിവർത്തന കാലത്ത് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് ലഭ്യമാകുന്നതിന് ആരെങ്കിലുമൊക്കെ അതിന് സ്വാധീനിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വാൽമീകിയുടെ ജീവിതത്തിൽ രത്നാകരനായിരുന്ന ആള് ഒരു വാൽമീകിയായി മാറപ്പെട്ടപ്പോൾ
രാമന്റെ കഥയെ ചിന്തിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു കഴിഞ്ഞ് എങ്ങനെയാണ് താൻ ഇതെല്ലാം സമൂഹത്തിന് ലഭ്യമാകുക എന്ന് ചിന്തിക്കുന്ന കാലത്ത് ബ്രഹ്മദേവനാൽ ഉപദേശിക്കപ്പെട്ടു, നീ ഇതെല്ലാം എഴുതണം. അങ്ങനെ എങ്ങനെയാണ് താൻ ഇതെല്ലാം എഴുതേണ്ടതെന്ന് ചിന്തിക്കുന്ന സമയത്ത് തൻ്റേതായിരിക്കുന്ന സൃഷ്ടിയാകണം ഉത്തമമായിരിക്കുന്ന വ്യവസ്ഥ. ഒരാൾ പറഞ്ഞത് കൊണ്ട് മാത്രമാകുന്നില്ല, തനിക്കത് സാധ്യമാകണമെങ്കിൽ തൻ്റെ മുമ്പിലൂടെ അല്ലെങ്കിൽ തന്നിലൂടെ പുറത്തേക്ക് പോകുന്ന സങ്കല്പ തലങ്ങളായിരിക്കുന്ന അറിവുകൾ തനിക്കാദ്യം ബോധ്യമാകേണ്ടതുണ്ട്. അപ്പോൾ തനിക്കാദ്യം ബോധ്യമാകുന്നതിന് എന്തുണ്ടാകണം? തനിക്കാദ്യം അത് ഉൾക്കൊള്ളുവാൻ സാധ്യമാകണം. ഒരുപാട് പേര് നമസ്കാരം പറയുന്നുണ്ട്. ശ്രീ സജികുമാർ, ശ്രീ പ്രസന്ന നായർ, രാജീവ് ശർമ്മ, രാധിക രാധാകൃഷ്ണൻ, രാകേഷ് നായർ, ഉമാ ബാലകൃഷ്ണൻ, ഗീത ജി പിള്ള, ജലജാക്ഷി, ശ്രീദേവി, രാജേശ്വരി, രജനി രാമേന്ദ്രൻ, അജിത മുരളി, മോഹനചന്ദ്രൻ, ആനന്ദയ്യർ, അപ്പോൾ തുടങ്ങി ഒരുപാട് പേര് എനിക്ക് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവരും നമസ്കാരം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വിഷയങ്ങളിലേക്ക് എത്താം. എല്ലാവർക്കും ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നിലൂടെ ഗുണകരമായി മാറുന്നതിന് തൻ്റെ മനസ്സിൽ അത് സാധ്യമാകണം, അല്ലെങ്കിൽ ബോധ്യമാകണം. തനിക്ക് ബോധ്യമാകണമെങ്കിൽ തനിക്കത് ചിന്തിക്കുവാൻ സാധ്യമാകണം. അപ്പം അങ്ങനെ തനിക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും തനിക്ക് തന്നെ അത് കാണുവാനും സാധ്യമാകുന്നതാണ് ആദ്യം ഇവിടെ ചെയ്യപ്പെടുന്നത്. വാൽമീകി തന്നെ ചിന്തിക്കുന്നത് താൻ ഇതെല്ലാം ചെയ്യണമെങ്കിൽ തൻ്റെ മനസ്സിൽ ഇവയെല്ലാം കാണണം. രാമനെ കാണണം, അങ്ങനെ അതുപോലെ തന്നെ എല്ലാവരെയും കാണണം. രാമൻ്റെ അയനമായിരിക്കുന്ന രാമായണം മുഴുവൻ തൻ്റെ മനസ്സിൽ കണ്ട് അത് കൃത്യമായിട്ട് വ്യക്തമായി എഴുതപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് പരിപൂർണതയിലേക്ക് എത്തുവാൻ ഉത്തരഖണ്ഡവും കൂടി അദ്ദേഹം എഴുതി കഴിഞ്ഞു. അതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിന്? കാരണം താൻ അനുഭവിച്ച ഒരു സംതൃപ്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. ഇതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, എത്തിക്കുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് ഇരട്ട സഹോദരങ്ങളായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരായിട്ട് താൻ കാണുന്ന ലവകുശന്മാരെ ഇതെല്ലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അയോധ്യ നഗരിയിലേക്ക് ചെന്നിട്ട് അവിടെ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് നിങ്ങൾ ഇതെല്ലാം അവരെ കേൾപ്പിക്കണം. പോകുന്ന വഴിയാത്രകളിൽ നിങ്ങൾ എല്ലാവർക്കും ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ലവകുശന്മാർ അവിടേക്ക് കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ പോകുന്ന വഴിയുടെ ഓരോ സ്ഥലങ്ങളിലും തങ്ങളുടെ മനസ്സിലുള്ള രാമസങ്കല്പ തത്വതലങ്ങളെ ലവകുശന്മാർ സംഗീതാത്മകമായിരിക്കുന്ന തലങ്ങളിലൂടെ അവതരിപ്പിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ പോകുന്ന വഴികളിൽ എല്ലാവരും ഇതെല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി ആ കുട്ടികളെ പിന്തുടരുകയാണ്. ആ കുട്ടികളുടെ യാത്ര ചെന്ന് നിൽക്കുന്നത് ആ വലിയ കൊട്ടാരത്തിലാണ്. 7 നിലകളുള്ള മാളികയായിരിക്കുന്ന മഹാകൊട്ടാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് ആ മന്ത്രിമാരും മറ്റുള്ളവരുമെല്ലാം ഇത് കേട്ടറിഞ്ഞ് ആ കുട്ടിയെ അകത്തേക്ക് കൊണ്ടുവരികയും സൂര്യപ്രഭ പോലെ വിളങ്ങി നിൽക്കുന്ന രാജാവിൻ്റെ മുമ്പിൽ ആ കുട്ടികൾ തങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ രാമകഥ പറയുകയാണ്. അല്ല, രാമകഥ ആലപിക്കുകയാണ്. സംഗീതാത്മകമായിരിക്കുന്ന തലങ്ങളിൽ ഏതൊരു വികാരത്തെയും വിചാരത്തെയും അത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അതുപോലെ തന്നെ ഉൾക്കൊള്ളിക്കുവാൻ ഈ സംഗീതത്തിനൊരു വലിയ കഴിവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അത് സംഗീതാത്മകമായിട്ട് ആ രാമകഥ ആയിരിക്കുന്ന രാമായണത്തെ പറയപ്പെടുമ്പോൾ എവിടെയായിരുന്നോ ദശരഥ മഹാരാജാവ് എന്ന് പറയുന്ന ഉത്തമനായിരിക്കുന്ന യോഗ്യനായിരിക്കുന്ന ഇക്ഷ്വാകു വംശജ്ഞനായിരിക്കുന്ന സൂര്യവംശജനായിരിക്കുന്ന അതായത് സാഗര രാജാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഖനനം ചെയ്തെടുത്ത സ്ഥലത്തെയാണ് ജലശ്രേണിയാണ് സാഗരം എന്ന് പറയുന്നത്. അപ്പം ആ സാഗരത്തിൻ്റെ പ്രഭാവം നൽകിയ
സാഗര രാജാവിൻ്റെ വംശമായിരിക്കുന്ന ആ കോസല രാജ്യത്തിൻ്റെ രാജാവായ അയോധ്യയുടെ രാജാവായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ ചൈതന്യത്തെ പറ്റി പാടി പുകഴ്ത്തുകയാണ്. ഇത്രയും നല്ലൊരു ഗുണവാനായിരിക്കുന്ന, ഇത്രയും നല്ല കഴിവുകളുള്ള, ഇത്രയും നല്ല ബലമുള്ളവനായിരിക്കുന്ന ഒരു മഹാരാജാവ് ഈ ലോകത്തുണ്ടായിട്ടില്ല. കള്ളന്മാരെന്ന് പറയുന്ന ഒരു വാക്കുപോലും അവിടെ ഉണ്ടാകുന്നില്ല. മോഷണം എന്ന് പറയുന്ന ഒരു സ്വഭാവം പോലും ഒരാളിൽ ഉണ്ടാകുന്നില്ല. കള്ളം എന്ന് പറയുന്ന ചിന്തയും മനസ്സിലില്ല. ചതി എന്ന് പറയുന്ന സങ്കല്പങ്ങൾ പോലും അവരുടെ ഉള്ളിലില്ല. എല്ലാവരും കുളിച്ച് ദൈവീകമായിരിക്കുന്ന ഗുണങ്ങളോട് കൂടിയവരായിരുന്നു. 8 മന്ത്രിമാരാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാണ് പറയുക. അങ്ങനെ 8 മന്ത്രിമാരോടൊപ്പം ആ 8 മന്ത്രിമാരുടെ പേര് അത് പറയേക്കാം. അതുകൂടെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ദൃഷ്ടിയെന്നും ജയന്തനെന്നും വിജയനെന്നും സുരാഷ്ട്രനെന്നും രാഷ്ട്രവർദ്ധനെന്നും അകോപനെന്നും ധർമ്മപാലനുമെന്നും ഒപ്പം സുമന്ത്രനെന്നും പറയുന്ന 8 മന്ത്രിമാരോടൊപ്പമുള്ള ദശരഥൻ എന്ന രാജാവ്, കഴിവും ഗുണവും ബലവുമുള്ള, ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന കർമ്മങ്ങൾ സത്യസന്ധമായി ചെയ്യുന്ന, തങ്ങൾക്ക് സ്വന്തമായ ലാഭമുണ്ടാക്കാതെയുള്ള മന്ത്രിമാരുള്ള, രാജ്യത്തെ ഓരോ ജനങ്ങളും ഇത് എൻ്റെ രാഷ്ട്രമാണ്, സ്വന്തം പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ എല്ലാം രാജാവായിരിക്കുന്ന ദശരഥ മഹാരാജാവ് ആ രാജ്യത്തെ സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ, ചന്ദനത്തിന് ഹരിചന്ദനത്തിന് ഗന്ധം വന്നതുപോലെ അയോധ്യയുടെ പവിത്രതയും പരിപാവനതയും നാൾക്ക് നാൾ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു മനോവിഷമമായി ഒരു കാര്യത്തെ കൂടി സൂചിപ്പിക്കുന്നു. എന്ത്? തനിക്ക് തൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭാരത്തെ താങ്ങുവാൻ, ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ താങ്ങുവാൻ, ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ കാക്കുവാൻ ഒരാളിനെ കൊടുക്കുവാൻ, ഒരു മകനെ കൊടുക്കുവാൻ തനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല മകനെ തനിക്കൊരു നല്ല മകനില്ലാത്തത് കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇനിയുമുള്ള ഭാവി, കാരണം ഓരോ ദിവസം കഴിയും തോറും വിധി എന്ന് പറയുന്ന ബലം തൻ്റെ ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നുമ്പോൾ, മനസ്സുകൊണ്ട് ബലമുണ്ടെങ്കിലും ശരീരം കൊണ്ട് അത് കായബലം കൊണ്ട് മാത്രം ആകുകയില്ല എന്ന് ചിന്തിക്കുന്ന ദശരഥന്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷമം വന്നിരുന്നു, തനിക്ക് പുത്രനില്ല എന്ന്. അപ്പോൾ തനിക്ക് ഈ സമയത്തൊരു നല്ല പുത്രൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന്റെ ഭരണം കൃത്യമായ വ്യവസ്ഥയോടുകൂടി ഏൽപ്പിക്കപ്പെടണം. കാരണം ഇത്രയും കാലം ഈ രാജ്യവംശത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ബലത്തിൽ ഈ രാജ്യത്തെ നല്ല നിലയിലാണ് കൊണ്ടുപോകുന്നത്. സുരക്ഷിതമായ തലത്തിലാണ് അവിടുത്തെ ജനങ്ങളുടെ ബലമെന്ന് പറയുന്നത്. ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ വീട്ടിലുള്ള ഓരോരുത്തരും സുരക്ഷിതമായി സന്തോഷമായി ഉറങ്ങുവാനും ഉണരുവാനും സാധ്യമാകണം. ഒരിടത്തും പട്ടിണി ഉണ്ടാകാൻ പാടില്ല, ഒരിടത്തും വീടില്ലാതിരിക്കാൻ പാടില്ല. കാലിൽ മുള്ളുകൊണ്ടാൽ പോലും അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഉത്തരവാദി ആ രാജ്യത്തെ രാജാവാണെന്ന് തന്നെ ചിന്തിക്കണം. എങ്ങനെയാണ് മുള്ളു കൊള്ളുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മുള്ളു കൊള്ളേണ്ട ഭാഗത്തെ കൃത്യമായിട്ട് നന്നായി നോക്കേണ്ട ഉത്തരവാദിത്വം അവിടെയാണ്. നമ്മുടെ റോഡിൽ കട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണെന്ന് പറയുന്നത് പോലെ അത് ഈ രാജ്യത്തിന്റെ രാജാവിന്റെ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾക്കുണ്ടാകുന്ന ചെറിയ വിഷമം പോലും ആ രാജ്യത്തെ രാജാവിന്റെ ഉത്തരവാദിത്തമാണെന്നും അവയെല്ലാം ശിക്ഷിക്കപ്പെടാൻ തക്ക അധികാരമുള്ള ഉത്തരവാദിത്തമാണെന്നും പോലും അതിനെ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തലത്തിൽ ഇനിയും താൻ എങ്ങനെയാണ് ഇനിയുമുള്ള കാലം സമൂഹത്തെ ആരെ ഏൽപ്പിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന് ഈ സുമന്ത്രരായിരിക്കുന്ന മന്ത്രി അദ്ദേഹത്തിന് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. സന്താനം എന്ന് പറയുന്നത് ദൈവീകമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ദൈവീകമായിരിക്കുന്ന ഒരു അനുഗ്രഹം അങ്ങേക്കില്ല എങ്കിൽ ആ ദൈവീകതയെ
നമ്മളുടെ ഭാഗത്തുള്ള പോരായ്മകൾ കൊണ്ടാണ് എങ്കിൽ അവ പരിഹരിക്കപ്പെടണം. അതിന് യജ്ഞങ്ങൾ നടത്തണം. ആ യജ്ഞങ്ങൾ നടത്തുക എന്ന് പറയുന്നത് പൂജ മാത്രം നടത്തിയത് കൊണ്ട് കാര്യമാകുന്നില്ല. മറിച്ച് എന്താണ്? ദാനങ്ങൾ നടത്തണം. തനിക്കുള്ളതിൽ നിന്നും നല്ലൊരു പങ്ക് സാധാരണക്കാർക്ക് കൊടുക്കണം, ആ നാട്ടിലെ ഉള്ളവർക്ക് കൊടുക്കണം. അപ്പൊ തന്നിലുള്ള പാപഭാരത്തിന്റെ ബലം കുറയുകയും അവിടെ ഉത്തമമായിരിക്കുന്ന സന്താന യോഗം എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. ആധുനിക കാലം അതിനെ ആക്ഷേപിക്കപ്പെടും, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ചെയ്യേണ്ടതായിരിക്കുന്ന മനോബലം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. സന്താന ചിന്തയെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ തങ്ങളുടെ മനസ്സിൽ ഉത്തമമായിരിക്കുന്ന ചിന്തയോടുകൂടി തന്നെ ആകണം. അതിന് തൻ്റെ മനസ്സിൽ മറ്റു വിധത്തിലുള്ള പാപഭാരങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റില്ല. അതിന് യോഗ്യമായിരിക്കുന്ന വിധത്തിൽ ഒരു യജ്ഞം നടത്തണമെങ്കിൽ അതിന് അനുയോജ്യനായിരിക്കുന്ന ഒരു ആചാര്യനുണ്ടാകണം. ആചാര്യൻ എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന ഒരു പദവിയല്ല, മറിച്ച് കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നവനും അത് കൃത്യമായി ആചരിക്കപ്പെടുന്നവനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സന്തോഷമുള്ളവനും ആയിട്ടുള്ള സത്യസന്ധനായിരിക്കുന്ന ആളായിരിക്കണം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ട് കൊണ്ടു പോകുവാൻ കഴിവും യോഗ്യതയുമുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരാൾ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സുമന്ത്രര് പറയുന്നുണ്ട്, കശ്യപപുത്രനായിരിക്കുന്ന വിഭാണ്ഡകന്റെ മകനായിരിക്കുന്ന ഋഷ്യശൃംഗൻ, ശാന്ത എന്ന് പറയുന്ന ദശരഥ പുത്രിയുടെ ഭർത്താവായിരിക്കുന്ന ഋഷ്യശൃംഗനെ കൊണ്ടുവേണം ഇതെല്ലാം കൃത്യമായി ചെയ്യാൻ. അങ്ങനെ ഋഷ്യശൃംഗനെയും ശാന്തയെയും കൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു ദശരഥ മഹാരാജാവ്. അങ്ങനെ ദശരഥ മഹാരാജാവ് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തൻ്റെ ആവശ്യകത അവിടെ ഋഷ്യശൃംഗനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഋഷ്യശൃംഗൻ പറഞ്ഞത് പ്രകാരം, ഋഷ്യശൃംഗന്റെ അനുവാദപ്രകാരം കൃത്യമായിട്ട് പറയപ്പെടുന്നു എന്ത്, അവിടെ ഒരു നല്ല പുത്രകാമേഷ്ഠിയാഗം, പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഉത്തമ സന്താനത്തെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടൊരു നല്ല യാഗം നടത്തണമെന്ന്. അതിനെന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞത് എന്താണ്? ഉത്തമമായിരിക്കുന്ന തലത്തിൽ ദാനാദി കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ ദാനാദി കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെന്തുണ്ടാകണം? ഏറ്റവും നല്ല മനസ്സുണ്ടാകണം. അത് വളരെ കൃത്യമായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, വെറും നിസ്സാരമായി ഒരിക്കലും ദാനം ചെയ്യരുത്. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്, അവനൊരു 10 രൂപ കൊടുത്തേര് എന്ന് പറഞ്ഞല്ല കൊടുക്കേണ്ടത്. കൊടുക്കുന്നത് 1 ആണെങ്കിലും 100 ആണെങ്കിലും 1000 ആണെങ്കിലും 10,000 ആണെങ്കിൽ പോലും ആ പവിത്രമായിരിക്കുന്ന മനസ്സോടുകൂടി വേണം അത് സമർപ്പിക്കുവാൻ. വിശന്ന് വരുന്ന ഒരാൾ എത്രമാത്രം ആഗ്രഹിച്ചാണോ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, അവൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമുണ്ട്, താൻ ഇതെല്ലാം കഴിച്ച് തൻ്റെ വിശപ്പടക്കി ഒന്ന് സന്തോഷമാകുവാനുള്ള അവൻ്റെ ആ ഒരു ബലമുണ്ടല്ലോ, അതായത് അവൻ്റെ ആ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ടായിരിക്കണം ഭക്ഷണം വിളമ്പേണ്ടതെന്നാണ് പറയുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭക്ഷണം വിളമ്പിയിട്ട് വേണേ കഴിച്ചിട്ട് പോ എന്ന് പറയുന്നതല്ല, മറിച്ച് അത് മഹാ അപരാധങ്ങളിലൊന്നാണ്. വന്ന് വേണേ കഴിക്ക് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. ഭക്ഷണം കൊടുക്കുമ്പോഴോ ധനം കൊടുക്കുമ്പോഴോ തുടങ്ങി എന്ത് കാര്യങ്ങളാണല്ലോ മറ്റൊരാൾക്ക് നമ്മൾ നൽകുന്നത്, അതിനെ മാന്യതയോടുകൂടി വേണം ചെയ്യപ്പെടേണ്ടതെന്നാണ് പറയുക. അപ്പോൾ മാന്യമല്ലാത്ത വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപഭാരമായി അത് തിരിച്ചു വരുമെന്നാണ് പറയുക. നമ്മൾ വിചാരിക്കും എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, അപ്പോൾ പിന്നെ അതിൽ നിന്നൊരു 10 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് പോയി രക്ഷപ്പെടട്ടെ വേണമെങ്കിൽ. അത് ഒരു യോഗ്യതയായി നമ്മൾ ഒരിക്കലും കാണരുത്. ഏതൊരാൾക്കാണോ നമ്മൾ ഒരു കാര്യം കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ആളിനെ ബഹുമാനിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് വേണം നമ്മൾ കൊടുക്കാൻ എന്നാണ് പറയുക. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പൈസയൊക്കെ എടുത്ത് നമ്മൾ വലിച്ചെറിയും ഇല്ലേ? നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോൾ പോയാലും അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ പൈസ ഇട്ടിട്ടേ പോകത്തുള്ളൂ. പോകുന്ന വഴിക്ക് കയ്യിലൊരു നാണയം എടുത്ത് വെച്ച ഒരൊറ്റ തട്ടാണ് അല്ലേ? അതിങ്ങനെ പൈസ ഇങ്ങനെ തെറിച്ച് പോയി എവിടെയെങ്കിലും ചെന്ന് വീഴും. ഇപ്പം പിന്നെ എല്ലായിടവും സെക്യൂരിറ്റിയെ നിർത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റിക്കാരൻ വന്ന്
അത് നുള്ളി പറക്കിയെടുക്കും. ഇപ്പൊ ചിലയിടത്തൊക്കെ ആണെങ്കിൽ കണ്ടു, ഒരു വള്ളിയുടെ അറ്റത്ത് ഒരു കാന്തം കെട്ടിയിട്ടിട്ടുണ്ടോ. അപ്പോൾ വണ്ടി പോകുന്ന വഴി ആയതുകൊണ്ട് ഇപ്പം ഈ കാന്തം അങ്ങോട്ട് ഇട്ട് ആ പൈസ ഇനി പിടിച്ചെടുക്കും. അത് നമ്മൾ വഴിയാത്രയിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഏറ്റവും വലിയൊരു അധർമ്മിയാണ് ആ ചെയ്യുന്ന ആള് എന്നാണ് പറയുന്നത്. ഒരാൾക്കും ധനം എറിഞ്ഞു കൊടുക്കാൻ ചെയ്യരുതെന്നാണ് പറയുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. നമുക്ക് ആ വാഹനം ഒന്ന് സൈഡിൽ ഒന്ന് നിർത്തി ഒന്ന് ഇറങ്ങിച്ചെന്ന് ഭവ്യതയോടുകൂടി, അത് എവിടെയായിക്കൊള്ളട്ടെ, ഒരു ഭവ്യതയോടുകൂടി കൊടുക്കുവാൻ നമുക്ക് സാധ്യമാക്കണം. കൊടുത്തെങ്കിലേ കൊടുത്തടമുള്ളൂ എന്നാണ് പറയുക. അവജ്ഞയോടെ കൊടുക്കുന്നതാണ് നമ്മൾ എറിയുന്നതിൽ, അവജ്ഞയോടാണ് അത് കറയുന്നത്. മനസ്സിൽ പറയുമ്പോൾ അത് കൊടുത്തേക്കാം, ഇനി കൊടുത്തില്ല എന്ന് വേണ്ട. അപ്പൊ ഇത് പറഞ്ഞു തരുന്നുണ്ട് ഋഷ്യശൃംഗൻ ഇവിടെ. ഈ യാഗം തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ കൊട്ടാരത്തിലേക്ക് അന്യദേശങ്ങളിൽ നിന്ന് അനവധി ആൾക്കാരുണ്ടാകാം. അവരോരോരുത്തരും വരുമ്പോൾ അവരെയൊക്കെ എനിക്ക് സമയമില്ല ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞ് ചിന്തിച്ചും മാറി നിൽക്കാതെ അവരെ ഓരോരുത്തരെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അവരിൽ നിന്ന് അനുഗ്രഹം പോലും ആവശ്യമാണ്. കാരണം ഇവരോരോരുത്തരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പം ആ ആവശ്യകതയെ ചിന്തിച്ചുകൊണ്ട് വേണം അങ്ങ് എല്ലാവർക്കും ദാനാദികൾ ചെയ്യുവാനെന്ന് പറഞ്ഞു. അങ്ങനെ ദാനാദികൾ കഴിഞ്ഞതിന് ശേഷം യാഗം അതിഗംഭീരമായി നടന്ന് യാഗാഗ്നിയിൽ നിന്നും ഉണ്ടായി എത്തിയ ഒരു ദേവചൈതന്യം അവിടെ ഒരു പാത്രം പായസം കൊടുക്കുകയാണ്. ഈ പായസം ആ ദശരഥ മഹാരാജാവ്, ഒന്ന് ആലോചിക്കണം, ലവകുശന്മാർ പറയുകയാണ് ഇത് കേട്ടോ. ലവകുശന്മാർ സംഗീതാത്മകമായിട്ട് പറയുകയാണ്. പക്ഷെ നമുക്ക് സംഗീതാത്മകത നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ പായസം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിമാരായിരിക്കുന്നത് 3 സുന്ദരികളാണ് എന്നാണെന്ന് പറയുന്നത്. ഹ്രീയെന്നും ശ്രീയെന്നും കീർത്തിയെന്നും പോലെയുള്ള 3 വിധത്തിലുള്ള ഭാര്യമാരാണ് എന്നാണ് പറയുക. അതെന്താണ്? ഹ്രീയെന്നും ശ്രീയെന്നും കീർത്തിയെന്നും പറയും. ദക്ഷന്റെ മക്കളായിരിക്കുന്ന ഹ്രീയും ശ്രീയും കീർത്തിയും അവരാണ് ആരൊക്കെയായി മാറിയിരിക്കുന്നത്? കൗസല്യയും കൈകേയിയും സുമിത്രയുമായി മാറിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ബലവിഷയങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ. അങ്ങനെ കൃത്യമായിട്ട് അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ഭാര്യമാർ, കാരണം അതിനൊരു ന്യായം പറയുന്നുണ്ട്. ആദ്യം വിവാഹം കഴിച്ചത് കൗസല്യയെയാണ്. കൗസല്യയെ വിവാഹം കഴിച്ചത് എങ്ങനെയാണ്? ഒരു യഥാർത്ഥമായിരിക്കുന്ന ധാർമ്മിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് വിവാഹം കഴിച്ച് തൻ്റെ ധർമ്മപത്നിയാക്കി മാറ്റിയത്. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ പ്രതിബിംബമായ തലത്തിലാണ് ധർമ്മപത്നി എന്ന തലത്തിൽ നിൽക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്? സന്താന സംബന്ധമായിരിക്കുന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ആ ആളിൽ ഒരു ആഗ്രഹം തോന്നിയിട്ടാണ് വിവാഹം കഴിച്ചത്. അതിനെ കാമത്തിന്റെ ബലമാണ്. അതുകൊണ്ട് അത് കാമപത്നിയായി മാറി എന്നാണ് പറയുക. പിന്നീട് ദാസിയായിരിക്കുന്ന സുമിത്രയും വിവാഹം കഴിച്ചു. അതുകൊണ്ട് അത് ദാസ്യപത്നിയായി എന്നാണ് പറയുക. 3 പേരും 3 തലത്തിലുള്ളവരാണ്. കാരണം 3 പേരോടുമുള്ള സമീപനം 3 തലത്തിലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കൗസല്യയ്ക്കും കൈകേയിക്കും തനിക്ക് കിട്ടിയ, തൻ്റെ കയ്യിലേക്ക് അനുഗ്രഹമായി കിട്ടിയ പായസം പകുത്തു നൽകിയപ്പോൾ തങ്ങൾക്ക് കിട്ടിയ ഈ പായസത്തെ കൗസല്യയും കൈകേയിയും എന്ത് ചെയ്തു? തന്നോടൊപ്പമുള്ള സുമിത്രയ്ക്ക് 2 പേരും പപ്പാതി വീതം നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ 2 പേർക്കും പപ്പാതി വീതം നൽകി. കൗസല്യയും കഴിച്ചു, കൈകേയിയും കഴിച്ചു, സുമിത്ര 2 പേരിൽ നിന്നും കിട്ടിയത് പപ്പാതി വീതം കഴിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൗസല്യയിൽ നിന്നും ധർമ്മത്തിന്റെ പ്രതിബിംബമായിരിക്കുന്ന കുട്ടിയായ ശ്രീരാമനും കൈകേയിയിൽ നിന്നും രാജ്യമെന്ന വിഷയത്തിന് കാരണക്കാരനായിരിക്കുന്ന ഭരതനും 2 പേരുടെയും ഭാഗത്തു നിന്നും സ്വീകരിച്ചത് കൊണ്ട് സുമിത്ര 2 ആൺമക്കളെ പ്രസവിച്ചു. അവർ എന്തായി മാറി? ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്മണനും, രാമന്റെ നിഴലായി മാറിയ ലക്ഷ്മണനും ഭരതന്റെ നിഴലായിരിക്കുന്ന ശത്രുഘ്നനും അതിലുണ്ടായി എന്നാണ് പറയുക. ആ കഥാഭാഗം നമുക്ക് നാളെയാണ് ചിന്തിക്കേണ്ടത്, രാമന്റെ ജനനവും ആ ഭാഗവുമൊക്കെ.
ഇത് പറഞ്ഞപ്പോൾ അത് അവിടെ വരെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു കാര്യവും കൂടിയുണ്ട്. കാരണം ഇങ്ങനെ ഈ യാഗം നടക്കുന്ന സമയത്ത് ദേവലോകത്ത് മഹായുദ്ധത്തിനുള്ള കൊടുമ്പിരി കൊള്ളുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന, കാരണം ഏറ്റവും വിശേഷമായിരിക്കുന്ന ഒരവസ്ഥ, കാരണം ആ ദേവലോകത്തുള്ള ദേവന്മാര് സഹിതം ഏറ്റവും നല്ലവരായിരിക്കുന്ന സാധുജനങ്ങൾക്ക് സഹിതം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. കാരണം അവിടെ രാക്ഷസന്മാരുടെ ബലം അവിടെ കൂടുകയാണ്. എവിടേക്കാണോ രാക്ഷസീയമായിരിക്കുന്ന അവസ്ഥകൾ കൂടുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാം ഓരോരുത്തരും നമ്മളെല്ലാവരും സാധാരണ മനുഷ്യനാണ്. നമ്മളിലെല്ലാം ദൈവീകവും ആസുരികവുമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പോൾ ദൈവികവും ആസുരികവുമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ഉള്ളപ്പോൾ ചില സമയങ്ങളിൽ നമ്മളിൽ ആസുരികമായിരിക്കുന്ന സ്വഭാവങ്ങൾ നമുക്കുണ്ടാകും. ഈ ആസുരികത നമ്മളിൽ വർദ്ധിക്കുന്ന സമയത്താണ് നമ്മൾ അനവധി തെറ്റുകൾ ചെയ്യുന്നതെന്നാണ്. കാരണം അപ്പോൾ അങ്ങനെ മാത്രമേ അതിനെ ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. ക്രൂരമായിരിക്കുന്ന മൃഗങ്ങൾ ക്രൂരത കാണിക്കുന്നത് പോലെ ആസുരികമായിരിക്കുന്ന സ്വഭാവങ്ങളുള്ള നമ്മൾ ആസുരികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായി പോകും. അങ്ങനെ ആസുരികത കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ദൈവീകമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും. അവിടെയാണ് പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നാമം കൂടുതൽ ജപിക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യും? അനവധി നാമങ്ങൾ നമ്മൾ ജപിക്കും. എന്തിനാണ്? മനസ്സിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കണം. കാരണം ഇവയെല്ലാം ബാധിക്കപ്പെടുന്നത് നമ്മളുടെ മനസ്സിനെയാണ്. അപ്പം നമ്മുടെ മനസ്സിനെ ഇത് ആസുരികതയും ബാധിക്കും, ദൈവികതയും ബാധിക്കും. അപ്പം നമ്മളെ ആസുരികത ബാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വിചാരിക്കും അങ്ങോട്ട് ചെന്ന് അവൻ ഒറ്റ അടിയും കൊടുക്കണമെന്ന് തോന്നും. മറിച്ച് ദൈവികതയാണെങ്കിൽ നമുക്ക് അവിടോട്ട് ചെന്ന് അവനോട് ഈ കാര്യം ഒന്ന് പറയാം. നീ ചെയ്തത് അത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ നാളെ മുതൽ ഈ തെറ്റ് ആവർത്തിക്കരുത്, അങ്ങനെ തെറ്റ് ചെയ്താൽ നിനക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഞങ്ങളെ ഇന്ന രീതിയിലൊക്കെ ബാധിക്കും, അതുകൊണ്ട് നീ ആ തെറ്റ് ചെയ്യരുത് എന്ന് ദൈവികതയിലൂടെ നമുക്ക് പറയാം. മറിച്ച് നീ ആരാടാ അത് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അവന് രണ്ടടിയും കൊടുത്ത് അവന് രണ്ടടിയും കൊടുത്ത് കഴിയുന്നത് ആസുരികതയാണെന്നാണ്. അപ്പൊ അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് സ്വഭാവമാണോ ആ സമയത്ത് നമ്മളിലേക്ക് പ്രധാനമായി ബലമായി നിൽക്കുന്നത് അത് തന്നെ നമ്മൾ അവിടെ ചെയ്യുമെന്നാണ്. അപ്പൊ ഇതെല്ലാം ചെയ്ത് അവിടെ ദൈവികമായിരിക്കുന്ന തലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ആസുരികതകൾ നിറഞ്ഞവരുടെ എണ്ണം കൂടി അവർ അസുരന്മാരായി അവിടെ സജ്ജനങ്ങളെയും ദേവന്മാരെയും എല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്ന് പരാതി പറയുന്നു, അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? കാരണം എന്താണ്? ഇതെല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ്. കാരണം ഇവർക്കെല്ലാം അവരാവശ്യപ്പെട്ട എല്ലാ വരങ്ങളും കൊടുക്കുവാൻ തയ്യാറായി നിന്നത് ബ്രഹ്മദേവനാണ്. ഇല്ലേ? ജന്മം കൊണ്ടാണ് നമുക്കിതെല്ലാം സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ജനിച്ചു പോയി. അപ്പൊ ജനിച്ചു പോയെങ്കിൽ ആ ജനിച്ച കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. അത് ബ്രഹ്മദേവനാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നീട് അത് നിലനിൽക്കുന്ന അവസ്ഥയാണ്. ആ നിലനിൽപ്പിൽ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതിന് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് മറ്റൊരു ഉപായവും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കപ്പെടണം. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കപ്പെട്ട് ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിയ ചതുർബാഹുവായിരിക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ആ ദേവന്മാരായിരിക്കുന്നവൾ, ഋഷിമാരായിരിക്കുന്നവൾ, ദൈവജ്ഞരായിരിക്കുന്നവർ അവരെല്ലാവരും കൂടിയുള്ള അവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എന്ത് ആവശ്യമാണ് നിങ്ങൾക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് എന്നോട് പറഞ്ഞാലും. ഭക്തിയുടെ മുമ്പിൽ മാറാത്ത താഴാത്ത ഒരീശ്വരനും ഈ ലോകത്തില്ല. അപ്പോൾ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് തൻ്റെ മുമ്പിൽ വന്ന് നിന്ന ദേവഗണങ്ങളോട് എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മദേവൻ ആ ഭഗവാനോട് തന്നെ മഹാവിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഇവിടെ ആസുരികതയുടെ ബലം കൂടി വരികയാണ്.
ആസുരികതയുടെ ബലം കൂടി വരുമ്പോൾ അവിടെ സ്വാത്വികതയുടെ ബലം വർദ്ധിക്കണമെന്നാണ് നിയമം. അതാണ് അവിടെ. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ അവിടെ ബലമാക്കുന്നത്. മഹാവിഷ്ണുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാത്വികമായിരിക്കുന്ന ബലമാണ്. സ്വാത്വികതയുടെ ബലത്തെ വർദ്ധിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ സ്വാത്വികതയായിരിക്കുന്ന ബലം, വൈഷ്ണവ ബലം. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന കാലത്ത് വൈഷ്ണവ പ്രീതികരമായിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നമ്മളോട് പറയുന്നത്. വിഷ്ണുവിനെ കൂടുതൽ ഭജിക്കുക, നിത്യവും എല്ലാ വീടുകളിലും വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുക. ഇപ്പൊ തന്നെ അറിയാം, നമ്മളൊരു ഭീതിയുടെ വക്കിലാണ് അല്ലേ? ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ഭീതികരമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ പുതിയ തരം പല രോഗങ്ങൾ. ചെള്ളുപനിയുമായി ഒരു കുട്ടി മരിച്ചു തിരുവനന്തപുരത്തിനടുത്ത്. ഒരാൾക്ക് കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. അങ്ങനെ പുതിയ പുതിയ രോഗങ്ങളുടെ പേരുകൾ നമുക്ക് സുപരിചിതമായിക്കൊണ്ട് പുതിയ പുതിയ വിശ്രമ സ്വഭാവങ്ങളെ നമ്മൾ, ക്വാറന്റൈൻ പോലെയുള്ള പുതിയ പുതിയ സ്വഭാവങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്ന് മുഖാവരണമായിരിക്കുന്ന മാസ്കുകൾ മാറ്റാൻ സാധിക്കാതെ, അത് മാറ്റിയാൽ പിഴയടയ്ക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ ഓരോരുത്തരും പെട്ട ഈ കാലത്ത് ഇവയിൽ നിന്നുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് കാരണം ഇവിടെ ആസുരികത വർദ്ധിച്ചു എന്നാണ് അല്ലേ? ജീവനും സ്വത്തിനും നമുക്ക് ഭയമുണ്ടാകുന്നു. ഒരു രാത്രിയിൽ ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങി നടന്നാൽ അതൊരു പ്രയാസമാണ്. ആള് മാറിയാണേലും കൊല്ലപ്പെടുന്നു ഇല്ലേ? എങ്ങനെയാണ് റോഡിലോട്ടൊന്ന് വാഹനവുമായിട്ട് ഇറങ്ങിയാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിനോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് പറഞ്ഞാൽ അടുത്തത് കയ്യിൽ ആയുധം എടുക്കുന്ന സ്വഭാവമുള്ളവരായി നമ്മുടെ ആൾക്കാർ മാറി. കുട്ടികളൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ? അവർ പഠിച്ച സ്കൂളിലെ വിദ്യാലയങ്ങളിലെ ബസ്സുകൾ വരെ കത്തിക്കുന്നു. കാരണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്വതന്ത്രമായി പറയുന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ വലിയ തരത്തിൽ കൂടുതൽ പ്രയാസകരമായിരിക്കുന്ന വിധത്തിൽ ആ കുട്ടികൾ പ്രതികരിച്ചു തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രതികരിക്കുന്നത് എത്രമാത്രം വീഭത്സമായിരിക്കുന്ന ഭീകരമായിരിക്കുന്ന തലത്തിലാണെന്നാണ്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. പണ്ട് ക്ലാസ്സിലെ കുട്ടി പഠിക്കണമെന്ന് പറഞ്ഞ അധ്യാപകർ, പണ്ട് കാലത്ത് രക്ഷകർത്താക്കൾ അധ്യാപകന്റെ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന അവനെ അങ്ങ് തല്ലിയേക്കാനാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ അങ്ങ് തല്ലിയേക്കാനാണ് പറഞ്ഞത്. ഒരു നല്ല അധ്യാപകനും അങ്ങനെ ആവശ്യമില്ലാതെ തല്ലിയിട്ടില്ല. തല്ലിയ അധ്യാപകരോടാണ് ഇന്നും നമുക്ക്. എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത്, ചൂരൽ കൊണ്ട് അടിച്ചിട്ടുള്ളത് മുരളി സാറാണ്. ആ മുരളി സാറ് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ബഹുമാനത്തോടു കൂടി. സാറിനെ കാണുമ്പോൾ അറിയാതെയാണെങ്കിലും ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കേണ്ടി വരുന്ന ഒരു മനസ്സുകൊണ്ട് എഴുന്നേൽക്കേണ്ടി പോലും. അപ്പോൾ അധ്യാപകരോടൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്ത സ്കൂൾ ജീവിതത്തിൻ്റെ ആ സുന്ദരങ്ങളായിരിക്കുന്ന നിമിഷങ്ങളിൽ നിന്നും ഇന്ന് നമ്മുടെ കുട്ടികളെ ഭയമാണ് നമ്മുടെ അധ്യാപകർക്ക് പോലും. അധ്യാപകർക്ക് കുട്ടികളോട് ഒരു വാക്കു പറയാൻ പറ്റില്ല. നീ നന്നായി പഠിക്കണമെന്ന് വഴക്കു പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറപ്പെട്ടപ്പോൾ ആസുരികത നമ്മളിൽ വർദ്ധിക്കപ്പെട്ടു എന്നാണ് പറയുക. ഈ ആസുരികത വർദ്ധിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ആസുരികത വർദ്ധിച്ചതിൻ്റെ ഒരു വലിയ പ്രയാസം എന്ന് പറയുന്നത് കൊടുക്കേണ്ട സമയത്ത് നല്ല വിദ്യാബലം കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട വിദ്യാബലം കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയത്ത് നല്ല വിദ്യയുടെ ബലം കൊടുക്കണം. അവരൊക്കെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച വാക്കുകൾ ചേർത്ത് വെച്ചുള്ള വാചകങ്ങൾക്കും അല്ല അവരെ പഠിപ്പിക്കേണ്ടത്. അവരുടെ കുടുംബ ജീവിതത്തിൽ എന്തിനേയും കൃത്യമായി കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള ബോധതലത്തെ അറിവും ബോധവും കൂടിയുള്ള നല്ല തിരിച്ചറിവുകൾ കൊടുക്കുന്നവയായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം നമ്മുടെ കുട്ടികളെ. ആ കുട്ടികളെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു തലമുറ ഈ നാടിനെ നിലനിർത്തപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കയ്യിൽ ആയുധമെടുക്കുവാനും കയ്യിൽ ആസിഡ് കുപ്പി എടുക്കുവാനും യാതൊരു മടിയുമില്ലാത്ത, കയ്യിൽ കൊച്ചു പേനാക്കത്തിയുമായി കൊണ്ടു നടക്കുന്ന കുട്ടികളുള്ള കാലമാണ് ഇന്ന് നമ്മളുടേത്.
നമ്മൾ അറിയുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ട്, അവർ ഏതെല്ലാം വിധത്തിൽ പ്രതികരിക്കുന്നവരാണ് എന്നൊന്നും നമുക്കറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ പോലും നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാലമാണ്. ഇവിടെ അവിടെയാണ് സ്വാത്വികതയുടെ കാര്യം. ഒരു നിമിഷം, ഒരു നേരമെങ്കിലും തൻ്റെ അടുക്കൽ കുട്ടികളെ വിളിച്ചിരുത്തിയിരുന്ന് അവരുടെ വികാര വിചാര ചിന്താധാരകളെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ നമ്മളാകുന്ന രക്ഷകർത്താക്കൾക്ക്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന, ഞാനും ഒരച്ഛനാണ്, നിങ്ങളും അതിൻ്റെ മാതാപിതാക്കളാണ്, നമ്മളെല്ലാവരും ഇതിന് ബാധ്യസ്ഥരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുന്നുവെങ്കിൽ അത് കൂട്ടുകാരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വ്യവസ്ഥ കൊണ്ടോ ഒന്നുമല്ല. അതിന് ഉത്തരവാദികൾ നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. അവിടെ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയതെന്ന് പറയുന്നത് വെറുതെ ആണ്. നമ്മളുടെ അശ്രദ്ധക്കുറവ് കൊണ്ടാണ് അവൻ അങ്ങനത്തെ അപ്പുറത്തേക്ക് മാറിയത്. അവനെ കൃത്യമായ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിലനിർത്തി അവനെ നിർത്തേണ്ടത് നിർത്താത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അവൻ അപ്പുറത്തേക്ക് പോയത്, ഇല്ലേ? വെള്ളം ഒഴുകി വരുമ്പോൾ അത് തടഞ്ഞു നിർത്തേണ്ടടുത്ത് കൃത്യമായി തടഞ്ഞു നിർത്തി. അതിൽ നിന്നും ലീക്കാവാതെ കൃത്യമായി തടഞ്ഞു നിർത്തിയാൽ ആ വെള്ളം എങ്ങോട്ടും ഒഴുകില്ല, അവിടെ നിൽക്കും. എത്ര വലിയ ശക്തമായിരിക്കുന്ന വെള്ളമാണെങ്കിലും അത് അവിടെ നിൽക്കും, ഇല്ലേ? എത്രയോ ഇടത്ത് വെള്ളം അങ്ങനെ നിൽക്കുന്നത് പോലെ നമ്മുടെ ഓരോ കുട്ടികളുടെയും മനോവികാര വിചാരത്തെ നിലനിർത്തപ്പെടുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് രാമായണം ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് സ്വാത്വികതയുടെ കാര്യം പറഞ്ഞത്, വിഷ്ണു പ്രീതിയുടെ കാര്യം പറയുന്നത്. ദേവാലയങ്ങളാകുന്ന സഗുണോപാസന കേന്ദ്രങ്ങളിൽ, അത് ക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ, പള്ളികളായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, അല്പനേരം അവരവരുടെ വീടുകളിൽ ഇരുന്ന് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് നാമം ജപിക്കുവാൻ മാതാപിതാക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായെങ്കിൽ മാത്രമേ ആ കുട്ടികളുടെ ചിന്താധാരയെ നമുക്ക് മാറ്റിക്കൊണ്ടുവരുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ സാധ്യമാകണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മളിൽ സ്വാത്വികതയുണ്ടാകണം. ആ സ്വാത്വികതയ്ക്ക് വേണ്ടിയിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരം ഈ ഭൂമിയിൽ ഉണ്ടാകണം, ഈശ്വരൻ്റെ അവതാരം ഭൂമിയിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ബ്രഹ്മദേവാദികളായിരിക്കുന്ന ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു? മഹാവിഷ്ണു പറഞ്ഞത്, അങ്ങ് ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യ നഗരിയിൽ ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാരിൽ അങ്ങ് എന്തുണ്ടാകണം? 4 പേരായി അങ്ങ് വന്നു പിറക്കണം. അങ്ങയുടെ ശക്തിയും ചൈതന്യവും 4 തലത്തിലായി മാറണം. കാരണം ഏതൊരു കാര്യം ഉണ്ടായാലും ഒരുപോലെ ആകണം നിങ്ങളെല്ലാവരും. അങ്ങനെയാകണം സഹോദരങ്ങൾ എന്ന് നമുക്ക് പറഞ്ഞു തന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ, അയോധ്യ നഗരിയുടെ ബലത്തിൽ, ആ അയോധ്യ നഗരിയുടെ പ്രഭാവത്തിൽ പുറത്തേക്ക് എത്തുന്ന ഉത്തമ ചൈതന്യങ്ങളായിരിക്കുന്ന ശ്രീരാമചന്ദ്ര, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ ജനനമാണ് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കപ്പെടേണ്ടത്. അങ്ങനെ ചിന്തിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളുടെ ഈ പേജിൽ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് എത്തിയിട്ടുള്ള ശ്രീമതി ശ്രീദേവി നമസ്കാരം, പത്മനാഭൻ നമസ്കാരം, നിഖിൽ നികാസ് നമസ്കാരം, ഗീതാജി നമസ്കാരം, ദിനേശ് ദിവാകരൻ നമസ്തേ, നമസ്തേ, ഭരത നമസ്കാരം, രജനി രാമേന്ദ്രൻ നമസ്കാരം, വേഗവിചാരം, അതെനിക്ക് തോന്നുന്നു ആ പ്രഭാഷണം നടത്തുന്ന കുഞ്ഞ്, എനിക്ക് ആ കുട്ടിയുടെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി, നല്ല പ്രഭാഷണമാണ് നടത്തുന്ന ഒരു കുട്ടിയാണത്, നന്നായിട്ട് നടത്തുന്ന, ഞാനും ചിലപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ അത് കേൾക്കാറുണ്ട്. ഞാൻ ആ പേരങ്ങ് മറന്നുപോയി. ഒരല്പം മുമ്പ് വരെ ഞാനൊന്ന് കണ്ടായിരുന്നു ആ പ്രഭാഷണം ഇടയ്ക്കൊന്ന്. പിന്നെ ബീന ആനന്ദന്, പ്രസന്ന നായർ, അപ്പോൾ അങ്ങനെ അനവധി ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആരുടെയെങ്കിലും പേര് ഇതിനകത്ത് ഇത്രയും കമൻറ്റേ വരുന്നുള്ളൂ. പ്രസന്ന നായർ, അപ്പോൾ എല്ലാവരും ഇത്രയും പേരുടെ പേരേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട് എല്ലാവരും എത്തിയതിൽ. നാളെയും അതുപോലെ തന്നെ രമേശ് VS നമസ്കാരം, പ്രസന്ന മധു, ബലാതിബല അതിൻ്റെ ഭാഗം വരുന്നുണ്ടമ്മേ, ആ സമയത്ത് അത് പറഞ്ഞു തരാം. പ്രീത പ്രസാദ് നമസ്കാരം,
ശാന്തകുമാരി നമസ്കാരം. ഇവരെല്ലാം എന്നെക്കാൾ നല്ലപോലെ മൂത്തവരാണ് കേട്ടോ. ഞാൻ പേരങ്ങ് പറയുന്നത് ഇതിനകത്തിൽ കണ്ട പേരങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രസന്ന മധു, ആ അമ്മ എനിക്ക് തോന്നുന്നൊരു ടീച്ചറാണ്, GHSS. പ്രസന്ന മധു ടീച്ചറാണ് എന്ന് തോന്നുന്നു. അപ്പം ആ ടീച്ചറിന് നമസ്കാരം. ഞാൻ പേര് പ്രസന്ന മധു എന്നൊക്കെ പേര് പറയുന്നത് കൊണ്ട് ക്ഷമിക്കണം അമ്മ, ടീച്ചർ ക്ഷമിക്കണം. ഇതിനകത്തിൽ കാണുന്ന പേരങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ജയശ്രീ നമസ്കാരം. പ്രമോദ് സി ഉണ്ണിത്താൻ നമസ്കാരം. പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലരെയൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇവരൊക്കെ 31 പേരുണ്ട് തിരുമേനി. ദിലീപ് കുമാർ നമസ്കാരം. ശാന്തകുമാരി നമസ്കാരം. പേര് 30 പേരായി. ഈ പലരെയും നമ്മൾ പല സ്ഥലങ്ങളിൽ വെച്ചൊക്കെ കാണുമ്പോൾ പലരും വന്ന് പറയാറുണ്ട് ഇങ്ങനെ കാണുന്നതാണ് എന്നൊക്കെ. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ ഒരു കുടുംബാംഗങ്ങളാണ്. അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നമുക്ക് നാളെ അടുത്ത വിഷയത്തിലേക്ക്, നമുക്ക് ഭഗവാന്റെ അവതാര വിഷയത്തിലേക്ക് നമുക്ക് പറയാം. അത് ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളെയാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. പദാനുപദം വാൽമീകി രാമായണം അവതരിപ്പിക്കുക പ്രായോഗികമല്ല ഈ ഇത്രയും ദിവസങ്ങൾ കൊണ്ട്. കാരണം ഭരതനൊക്കെ പറയുന്നത്, എന്നോട് പറഞ്ഞത് 10 ദിവസം കൊണ്ട് തുടങ്ങുന്ന 10 ദിവസം നടത്തുന്ന പരിപാടി 60-70 ദിവസമായിട്ടും തീരുന്നില്ലല്ലോ എന്ന് ഭരതനൊക്കെ പരാതി പറയും. അപ്പോൾ അതുകൊണ്ട് അവരുടെ പരാതി സത്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പരാതി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാനസികമായിരിക്കുന്ന ചിന്തകളെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിൽ എനിക്കൊരു പ്രയാസമില്ലാത്തതിൻ്റെ കാര്യം എൻ്റെ മാക്സിമം കഴിവാണ് അത്രയും. അതിൽ കവിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. നാളെ ഉണ്ട്, നാളെ 9 മണിക്കുണ്ട്. നമുക്ക് 9 മണിക്ക് നാളെ 9 മണിക്ക് കാണാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, നന്മകളുണ്ട്. ഒരുപാട് പേജുകളിൽ ഓരോരുത്തരുടെ നല്ല പ്രഭാഷണങ്ങളുണ്ട്. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെയൊക്കെ പേജിലൊക്കെ നല്ല പ്രഭാഷണങ്ങളാണ്. ഇന്നത്തെ നല്ല അതിപ്രഭാഷണമായിരുന്നു. നെറ്റ് പോയി, അതൊക്കെ മാറും. ഇപ്പം നെറ്റ് ഇപ്പം കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി. ഭരതൻ പറഞ്ഞത് ശുഭരാത്രി നിർത്തിയിട്ട് പോട്ടെന്ന് വിചാരിച്ച സുഖനിദ്രയും പോയി കിടന്ന് ഉറങ്ങാനാണ് പറയുന്നത് ഇല്ലേ? അപ്പോൾ അതുപോലെ ഭരതൻ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.